Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA 6th സെമസ്റ്റർ എക്സാംസിലെ അവസാനത്തെ എക്സാം ആണ് നാളെ നടക്കാൻ പോകുന്നത്. റിസർച്ച് മെത്തഡോളജി SD സ്റ്റുഡൻസിന് പ്രൊജക്ടിന് പകരമുള്ള പേപ്പറാണ് റിസർച്ച് മെത്തഡോളജി. ദെൻ നമ്മൾ ഇതിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. അതിനുശേഷം ഉറപ്പായും ഓരോ പാർട്ടിലും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് നമുക്ക് ചെയ്യാനുള്ളത്. സോ നമ്മൾ നേരത്തെ ചെയ്യാറുള്ളതാണ് വീഡിയോസ്, ബട്ട് കുറച്ച് ബിസി ആയതുകൊണ്ട് എനിക്ക് ചെയ്യാൻ സാധിച്ചില്ല. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതുപോലെ തന്നെ എക്സാം റിലേറ്റഡ് ലൈവ് വെക്കാറുള്ളതാണ്. അപ്പോൾ മെത്തഡോളജി പേപ്പറിന് മാത്രം നമുക്ക് അത് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല. എന്തെങ്കിലും നമുക്ക് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനിലോട്ട് പെട്ടെന്ന് പോകാം കേട്ടോ. സോ ഈ ഒരു വീഡിയോയിൽ എന്തായാലും പ്രതീക്ഷിക്കുന്ന SI ചോദ്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോകാം. എന്നാ പിടിച്ചോ, ആദ്യത്തെ നമ്മൾ പ്രതീക്ഷിക്കുന്ന SI ചോദ്യം. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ ഇതിനേക്കാൾ മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് 60 മാർക്സ് ആണ് എക്സ്റ്റേണൽ വരുന്നത്. അതുകൊണ്ട് തന്നെ 2 SI ചോദ്യങ്ങൾ തരുന്നു. അതിൽ ഒരെണ്ണം എഴുതിയാൽ മതി. യൂഷ്വലി നമുക്ക് 4 SI ചോദ്യം ഉണ്ടായിരിക്കും, അതിൽ 2 എണ്ണം എഴുതണം. ഇവിടെ 2 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം എഴുതിയാൽ മതി. സോ 5 മൊഡ്യൂളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന SI ചോദ്യത്തിലെ ആദ്യത്തെ എന്ന് പറയുന്നത് സാമ്പിളിംഗ് എന്താണ്? സാമ്പിളിംഗ് എന്താണ്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സാമ്പിളിംഗ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സാമ്പിളിംഗ്, അതിന്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. കഴിഞ്ഞ പ്രാവശ്യം മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ആയിരുന്നു ചോദിച്ചിരുന്ന SI ആയിട്ട്. ടൈപ്സും നമുക്ക് ചോദിക്കാം. അപ്പൊ നിർബന്ധമായും പഠിച്ചു വെക്കുക മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. ഓക്കെ, മൂവിങ് ടു നമ്മൾ നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്ന ഒരു SI ചോദ്യം എന്ന് പറയുന്നത് ലാസ്റ്റ് മൊഡ്യൂളിൽ നിന്നാണ്. കണ്ടന്റ്സ് ഓഫ് റിസർച്ച് റിപ്പോർട്ട് നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കണം കേട്ടോ. ഓക്കെ, നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഒരു SI ചോദ്യമാണ് പ്രാവശ്യത്തെ. കണ്ടന്റ്സ് ഓഫ് റിസർച്ച് റിപ്പോർട്ടിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള SI ആണ് ഞാൻ എന്തായാലും ഈ പ്രാവശ്യം പ്രതീക്ഷിക്കുന്നത്. റിസർച്ച് റിപ്പോർട്ട് ഏതെങ്കിലും വരും, ചിലപ്പോൾ 5 മാർക്കിലേക്കോ അല്ലെങ്കിൽ SIയിലേക്കോ കൂടുതൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന SIയിലേക്കാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് സോഴ്സസ് ഓഫ് ഡാറ്റ. നമുക്കറിയാം പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. അത് ചിലപ്പോൾ അങ്ങനെ ഒറ്റയടിക്ക് ചോദിക്കാം, അതല്ലെങ്കിൽ പ്രൈമറിയോ സെക്കൻഡറിയോ, എസ്പെഷ്യലി പ്രൈമറി വേണമെങ്കിൽ എടുത്തും ചോദിക്കാം. സോ നെക്സ്റ്റ്, വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് ഡാറ്റ? നമുക്ക് അറിയുന്നതാണ് പ്രൈമറി ആൻഡ് സെക്കൻഡറി. പ്രൈമറി ഡാറ്റ അതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാം. സെക്കൻഡറി ഞാൻ കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഈ പ്രാവശ്യത്തെ ചോദ്യം തന്നെയാണ് കേട്ടോ, സെക്കൻഡറി ഡാറ്റ. അപ്പോൾ വാട്ട് ആർ ദി സോഴ്സസ് ഓഫ് ഡാറ്റ? എക്സ്പ്ലെയിൻ പ്രൈമറി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ. സോ ചിലപ്പോൾ പ്രൈമറി ഡാറ്റ മാത്രം എടുത്ത് ചോദിക്കാം, അതല്ലെങ്കിൽ സോഴ്സസ് ഓഫ് ഡാറ്റ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമായിരിക്കും നെക്സ്റ്റ് ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് ആ ഒരു പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യൻ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചൊരു ചോദ്യമാണ് പൈലറ്റ് സ്റ്റഡി. അത് വീണ്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, എന്നാലും ചിലപ്പോൾ 5 മാർക്കിൻ്റെയോ ചിലപ്പോൾ തന്നെ വീണ്ടും ചോദിക്കാം, പറയാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ സജഷനും കൂടി തരാണ്. പൈലറ്റ് സ്റ്റഡി എന്താണ്? അതിൻ്റെ ഫങ്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ. എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഫങ്ഷൻസ്. പൈലറ്റ് സ്റ്റഡീനെ പറ്റിയിട്ടുള്ള ചോദ്യം ചിലപ്പോൾ 2 മാർക്സിനോ അതല്ലെങ്കിൽ SIക്ക് 3 പാർട്ടിലും നമുക്ക് വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ് പൈലറ്റ് സ്റ്റഡി. ഇനി നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യം ഇന്റർവ്യൂ, അതിന്റെ ഡിഫറെന്റ് ടൈപ്സ്, അതല്ലെങ്കിൽ ക്വസ്റ്റ്നെയർ, അതിന്റെ ഡിഫറെന്റ് ടൈപ്സ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് നമുക്ക് പിന്നെ പ്രതീക്ഷിക്കേണ്ടത്. അത് SIക്ക് ഇട്ടിട്ടില്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് 5 മാർക്സിൻ്റെ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്റർവ്യൂ എന്താണ്? അതിന്റെ ടൈപ്സ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇന്റർവ്യൂ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യനെയർ എന്താണ്? അതിന്റെ ഡിഫറെന്റ് ടൈപ്സ്. സോ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഒബ്സർവേഷനും ഉണ്ട്. ഒബ്സർവേഷൻ ചിലപ്പോൾ 5 മാർക്കിൻ്റെയൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഒരു 5 SI ചോദ്യങ്ങളുടെ സജഷൻസ് ആണ് ഞാൻ ഇവിടെ തന്നെ. ഇതിൽ നിന്ന് നമുക്ക് 2 എണ്ണം എക്സ്പെക്ട് ചെയ്യാം. സാമ്പിളിംഗ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സാമ്പിളിംഗ്. ദെൻ റിസർച്ച് റിപ്പോർട്ടിനെ റിലേറ്റ് ചെയ്തുള്ള ഒരു SI ഞാൻ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന്റെ കണ്ടന്റ്സ്, സോഴ്സസ് ഓഫ് ഡാറ്റ പ്രൈമറി സെക്കൻഡറി, ദെൻ പൈലറ്റ് സ്റ്റഡി അതിന്റെ ഫങ്ഷൻസ്, ദെൻ ഇന്റർവ്യൂ അതിന്റെ ടൈപ്സ്, ക്വസ്റ്റ്നെയർ അതിന്റെ ടൈപ്സ്, ഒബ്സർവേഷനും വരാറുള്ളതാണ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും
എന്താണ് 2 ചോദ്യങ്ങളെ എസ്സേക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു കേട്ടോ. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനും പാർട്ട് ബിയിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനും ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.